വീട്ടിലിരുന്ന് 10,000 സമ്പാദിക്കാം, വൈദ്യുതി ടെലിഫോൺ ബില്ലുകൾ അടയ്ക്കാം എന്നീ പരസ്യങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പതിവായി വരുന്നുണ്ട്. പണത്തോട് അത്യാർത്തിയുള്ളവരും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരും ഇവരുടെ കെണിയിൽ കുടുങ്ങും. കേരളത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും നിരവധി സൈബർ തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 70 പേരിൽ നിന്നായി 10 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. കൊല്ലം റൂറൽ പരിധിയിൽ നിന്ന് മാത്രം 13.5 കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത്. സൈബർ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാലുടൻ 1930 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങളുടെ പേരിലുള്ള കൊറിയറിൽ ലഹരിമരുന്ന് കണ്ടെത്തിയെന്നും കേസ് ഒഴിവാക്കാൻ പണം നൽകണമെന്നും ആവശ്യപ്പെട്ട സാധാരണക്കാരിൽ നിന്നും തട്ടിയെടുക്കുന്നത് ലക്ഷങ്ങളാണ്. സൈബർ പോലീസിൽ പരാതി കുന്നുകൂടിയതോടെ അന്വേഷണവും ആരംഭിച്ചു. സോഷ്യൽ മീഡിയ വഴിയും ലോൺ ആപ്പുകൾ വഴിയും വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ നിങ്ങൾക്ക് കാർ സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് കാട്ടി ചിത്രങ്ങൾ തപാൽ വഴി അയച്ചു നൽകും. തുടർന്ന് രജിസ്ട്രേഷൻ തുകയായി പണം ആവശ്യപ്പെടും. ഇങ്ങനെ പല രീതിയിൽ 13.5 കോടിയിലധികം രൂപയാണ് കൊല്ലം റൂറൽ പരിധിയിൽ നിന്ന് മാത്രമായി നഷ്ടമായത്. ഇതുവരെ രജിസ്റ്റർ ചെയ്ത 59 കേസുകളിലും അന്വേഷണം നടക്കുന്നതായി കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു അറിയിച്ചു. ഇപ്പോൾ ഒരു ഉദ്ദേശം ഒരു 10 ലക്ഷം രൂപ ഇങ്ങനെ പോയി നമ്മുടെ ഒരാളുടെ പോയി ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് സ്റ്റെപ്പ് എടുക്കുകയാണ്. ഒരു കേസ് പോലീസിൽ കൊണ്ട് പരാതി തരിക, അതിന് FIR എടുക്കും. FIR എടുത്ത ശേഷം നമ്മളതിനകത്ത് ഈ ഫ്രീസ് ഈ ഏതൊക്കെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കിട്ടും. അത് ഏതൊക്കെ അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ അടുത്ത് ഇത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതിൻ്റെ അടുത്ത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഈ അക്കൗണ്ടിൻ്റെ എല്ലാ KYC ഡീറ്റെയിൽസ് എടുത്ത് കസ്റ്റമർ ID KYC ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് ആ ബാങ്കിൽ ലെറ്റർ കൊടുത്തിട്ട് അവിടെ ഫ്രീസ് ചെയ്യാൻ പറഞ്ഞ ശേഷം ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയ ശേഷം ഞങ്ങൾ 102 പ്രകാരം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കും ആ പൈസ കണ്ടു കെട്ടാൻ വേണ്ടി. അങ്ങനെ കോടതി 102 പ്രൊസീഡിങ്സ് പ്രകാരം നടപടി ഓർഡർ ഇടുമ്പോൾ ആ പൈസ ആ ഓർഡർ ഇട്ട ശേഷം തിരിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആയി കൊടുക്കും. ഇതാണ് ഒരു സ്റ്റെപ്പ് ഞങ്ങളുടെ. കൊല്ലം റൂറൽ പരിധിയിൽ പണനഷ്ടമായവരിൽ 3.5 ലക്ഷം രൂപയോളം പരാതിക്കാർക്ക് തിരികെ വാങ്ങി നൽകാൻ സാധിച്ചിട്ടുണ്ട്. 117 അക്കൗണ്ടുകളിൽ നിന്നായി 54.5 ലക്ഷം രൂപ പിടിച്ചെടുത്തു നൽകാനുള്ള തീവ്രശ്രമത്തിലാണ് സൈബർ പോലീസ്. കണ്ണൂർ സിറ്റി പരിധിയിലും സൈബർ തട്ടിപ്പ് വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10 കോടിയോളം രൂപയാണ് കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ നിന്ന് മാത്രം തട്ടിപ്പ് സംഘം കൊണ്ടുപോയത്. ജില്ലയിൽ 6 മാസത്തിനിടെ 70 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലിങ്ക് അയച്ചിട്ട് തരും. ആ ലിങ്കിലേക്ക് പോയിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൻ്റെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഫൈനലി ദ വിക്ടിം ഫാൾസ് ഇൻ ടു ദ ട്രാപ്പ് ആൻഡ് ഹീ സ്പെൻഡ്സ് അപ്പ് സ്ലോലി. ആദ്യം 5 ലക്ഷം, പിന്നെ 10 ലക്ഷം, അങ്ങനെ കഴിഞ്ഞിട്ട് ഫൈനലി 1 കോടി വരെ 1.5 കോടി വരെ രൂപ നഷ്ടം പോയിട്ടുള്ള നമുക്ക് കേസ് നിലവിൽ നമ്മുടെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. തൊഴിൽ തട്ടിപ്പ് കൂടാതെ സൈബർ തട്ടിപ്പിലും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വിളിക്കുന്നത് അധികവും മലയാളികളെന്നാണ് പോലീസ് കണ്ടെത്തൽ. സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രതയുമായി സൈബർ പട്രോളിംഗും നടത്തുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ കൊട്ടാരക്കര.